കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻവശത്തുള്ള കമ്മാൻകുളം. തിലാപ്പിയും വരാലും കരിമീനും തുടങ്ങി രോഹുവും കട്ലയും നിറഞ്ഞ കുളം. ആദ്യം ഇരകോർത്ത് ചൂണ്ടയെറിഞ്ഞത് ഫിഷറീസ് മുൻ മന്ത്രി കൂടിയായ ജെ മേഴ്സിക്കുട്ടിയമ്മ. ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനെ വലിച്ചെടുക്കുന്നതിനിടെ അത് വഴുതിപ്പോയി. എൻ്റെ ചൂണ്ടയിൽ വലിയ മീനാ കൊത്തി, അതുകൊണ്ട് അവർ ചൂണ്ട തീറ്റ കൊണ്ടുപോയി. മീന് തീറ്റ കൊടുത്തു. തീറ്റ കൊടുക്കലേ നമ്മൾ മീന് തീറ്റ എടുത്തോണ്ട് പോയി, കുരുങ്ങിയില്ല. പിന്നീടായിരുന്നു യഥാർത്ഥ മത്സരം. വാടി, നീണ്ടകര, കാവനാട്, ശക്തികുളങ്ങര തുടങ്ങിയ ഇടങ്ങളിലെ പ്രഗത്ഭരായവർ ചൂണ്ടയെറിഞ്ഞു. കടലിൽ ചൂണ്ടയെറിഞ്ഞ് സ്രാവും ചൂരയും നെയ്മീനുമൊക്കെ ദിവസവും പിടിക്കുന്നവർ വാശിയിൽ മത്സരിച്ചു. 5 മിനിറ്റ് മാത്രം മത്സരദൈർഘ്യം. 650 ഗ്രാം മീനുകൾ പിടിച്ചെടുത്ത് വാടി സ്വദേശി ജാക്കി ഒന്നാമതായി. കുളത്തിനകത്ത് ചെറിയ മീനായിരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ മീൻ ചൂണ്ടയും കൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ വലിയ മീൻ ഞങ്ങൾ ഫസ്റ്റ് പിടിക്കും. മത്സരം അടിപൊളിയായിരുന്നു. ഇവിടെ മത്സരിക്കുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് വയനാടൊക്കെ പോയി മത്സരിച്ചിട്ടുണ്ട്. കടലിലാണ്, കടലില് കായലിലാദ്യമാണ്, കുളത്തിലാദ്യമായിട്ടാണ്. യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് ക്യാഷ് പ്രൈസും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഈ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കൊല്ലത്ത് തകൃതിയായി നടക്കുകയാണെന്ന് അറിയാം. അതിനിടെയാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു മത്സരം സംഘടിപ്പിച്ചത്. പക്ഷെ ഇതൊരു മത്സരം മാത്രമല്ല, ചെറിയൊരു പ്രതിഷേധം കൂടി ആണ് അല്ലേ? CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയരാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്തും ഇവിടുത്തെ ആവേശം അങ്ങ് അലതല്ലുകയാണെന്ന് പറയാൻ കാര്യം മത്സരങ്ങളും സെമിനാറുകളും ഒക്കെ തന്നെയായി ഇവിടം കൊല്ലത്തെ ജനങ്ങളങ്ങ് കൊഴുപ്പിക്കുകയാണ്. കാര്യം ഇന്ന് MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ഒരു ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണെന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ആവേശത്തിലാണ് ജനങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇന്ന് നടന്നത് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ മത്സരമായിരുന്നു. കാര്യം കടലും കായലും ഇല്ലാതെ കൊല്ലമില്ല. അങ്ങനെയുള്ള തീരദേശവാസികളായിട്ടുള്ള ആൾക്കാർ, കടലിൽ പോയി പണിയെടുത്ത് ഉപജീവന മാർഗം കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള പാർട്ടി അണികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ തന്നെ കരുത്തിലാണ് പാർട്ടി വളരുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഉപജീവന മാർഗത്തിനെ വെച്ചിട്ടുള്ള ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചത്. കമ്മാൻകുളം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുളമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ മുന്നിൽ ഉള്ള കുളമാണ്. ആ കുളത്തിൽ മത്സ്യം വളർത്തുന്നുണ്ട്. ആ മത്സ്യത്തെ ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്തിരുന്നു. ആ ലേലം ചെയ്ത് വിറ്റ ആ കുളത്തിലാണ് ഇന്നൊരു പ്രധാനമായിട്ടുള്ളൊരു മത്സരം നടന്നത്. ഒരു ചൂണ്ടയിടൽ മത്സരമാണ്. അതിൽ എടുത്തു പറയേണ്ടത് കടലിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കൂടുതലായി വന്നത്. അല്ലാതെ പ്രൊഫഷണലായി മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കൈച്ചൂണ്ട എന്ന് പറയും, കയ്യിൽ ഈ ടൊയിൻ കൊരുത്ത് നേരെ വെള്ളത്തിലേക്ക് എറിഞ്ഞ് മീൻ പിടിക്കുന്ന ചൂണ്ടക്കാർ മുതൽ സാധാരണ ഈ വലിയ വിലയുള്ള ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ആൾക്കാരടക്കം 24 പേരാണ് ആ മത്സരത്തിൽ പങ്കെടുത്തത്. അവരെല്ലാം തന്നെ വാശിയോടെയായിരുന്നു. അതിൽ ആദ്യമായി ചൂണ്ടയെറിഞ്ഞത് മേഴ്സിക്കുട്ടിയമ്മയാണ്. മുൻ ഫിഷറീസ് മന്ത്രിയാണ്. ജില്ലയിലെ നേതാക്കന്മാരുണ്ടായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മത്സരം കൊണ്ട് തുടങ്ങി 5 മിനിറ്റ് മാത്രമേ മത്സരം ഉണ്ടായിരുന്നുള്ളൂ. മത്സരം തുടങ്ങി ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കുന്നത് തൂക്കി നോക്കി ഏറ്റവും കൂടുതൽ മത്സ്യം പിടിച്ചത് ആരാണോ അവർക്ക് സമ്മാനം നൽകുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. 5 മിനിറ്റ് കൊണ്ട് 650 ഗ്രാം മത്സ്യം പിടിച്ച വാടി സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. വാടി സ്വദേശികളുണ്ടായിരുന്നു, കാവനാട് സ്വദേശികളുണ്ടായിരുന്നു, ശക്തികുളങ്ങര, നീണ്ടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ വലിയ ആവേശവും അത്ഭുതവും ഒക്കെ തന്നെയായിരുന്നു. കാര്യം തങ്ങളുടെ ഉപജീവനമാർഗമായിട്ടുള്ള ഒരു കാര്യം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തുകയും അവർക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുകയൊക്കെ തന്നെ ചെയ്തു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നേരത്തെ ഈ ശരി കണ്ണൻ, എന്തായാലും ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്സരം കാണാൻ നമുക്കും സാധിച്ചു എന്നതാണ്. ശരി.